السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, റമളാൻ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ കഹ്ഫ് പിന്നീട് നമ്മൾ പഠിക്കാൻ വേണ്ടി മുതിർന്നിട്ടില്ല. പക്ഷെ ഈ അധ്യായം പൂർത്തീകരിക്കണമെന്ന് ചിലരൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതായിരുന്നാലും വളരെ നല്ല ഗുണകരമായ ഒരു കാര്യമെന്ന നിലയിൽ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് അവശേഷിക്കുന്ന ആയത്തുകൾ വരുന്ന ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്താണ് അള്ളാഹു ഫത്ഹ് ചെയ്ത് തരുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഇതേപോലെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത് 31-ാമത്തെ ആയത്ത് വരെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം 32 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ 32-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫഥിഹി വദ്രിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖൽ വജഅൽനാ ബൈനഹുമാ സർഅ കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ വലം തദ്ലിം മിൻഹു ശൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറ. 32-33 ആയത്തുകൾ അങ്ങനെയാണ്. ഇതുവരെ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഇസ്തിത്റാദായിട്ട് ആ പറഞ്ഞ വിഷയവുമായി ബന്ധമുണ്ട്. പക്ഷെ വിഷയത്തെ മറ്റൊരു ആംഗിളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പാകെ നമുക്ക് സന്മാർഗം ലഭിക്കുന്നതിന് വേണ്ടി, ഗുണപാഠം ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹു വിവരിക്കുകയാണ്. തോട്ടക്കാരന്റെ കഥ 2 മനുഷ്യരെ സംബന്ധിച്ച് അല്ലാഹു നൽകുന്ന ഒരു ഉപമയാണ്. ലറബ മതലൻ, അറബിയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ലറബ എന്നുള്ളത് ഒരുപാട് അർത്ഥങ്ങൾക്ക് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. ലറബ എന്നതിന്റെ കൂടെ മസല് ചേർക്കുമ്പോൾ ലറബ മസലൻ എന്ന് പറയുമ്പോൾ ഉദാഹരിച്ചു,
ഉപമ പറഞ്ഞു. അങ്ങനെ ഒരു ഉപമ അള്ളാഹു ഇവിടെ കൊണ്ടുവരികയാണ്. അള്ളാഹു കൊണ്ടുവരുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളായിരിക്കും, ഭാവനാപരമായിരിക്കില്ല. അപ്പൊ ഇവിടെ പറയാൻ പോകുന്ന ഈ സംഭവം അത് ഒരു കാൽപ്പനികമായ കഥയായി ആരും മനസ്സിലാക്കരുത്. മറിച്ച് അത് അക്ഷരത്തിലും ലക്ഷ്യത്തിലും സംഭവിച്ചിട്ടുള്ള ഒരു കഥയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ച് അള്ളാഹു വിവരിച്ചാൽ അത് അസ്ഹാബുൽ കഹ്ഫി വർ റഖീമിനെ കുറിച്ച് വിവരിച്ച രീതി നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊന്നൽ കൊടുത്തത് ഏതെല്ലാം കാര്യങ്ങൾക്കായിരുന്നു എന്നത് പൂർണ്ണമായിട്ടല്ലെങ്കിലും സാമാന്യമായിട്ട് നമ്മൾ പറഞ്ഞു പോന്നു. അപ്പൊ ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യമാകട്ടെ, അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകട്ടെ, ഇത് ചരിത്രമാണെങ്കിലും അതല്ല ഇത് വർത്തമാനകാല യാഥാർത്ഥ്യമാണെങ്കിലും അതിന്റെ ചരിത്രവും അതിന്റെ അനുഭവവും അത് നൽകുന്ന ഗുണപാഠം തന്നെയാണ്. ഈ ദൃഷ്ടാന്ത കഥ അതിന്റെ ആധികാരികതയും അതിന്റെ പ്രാമാണികതയും അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതും അതിന്റെ ഭാവി എന്ന് പറയുന്ന ചരിത്രവും വർത്തമാനം എന്ന് പറയുന്ന അനുഭവവും അതിന്റെ ഗുണപാഠവുമാണ്. ഇതിൽ അള്ളാഹു പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഖുർആൻ ഇറക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക സന്ദർഭങ്ങളിലും അഭിസംബോധന ചെയ്യുന്നത് നബിയെ ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആജ്ഞാപിക്കുകയാണ്, വളരിബ് ലഹും മസലൻ, അവർക്ക് ഒരു ഉപമ, ഒരു ദൃഷ്ടാന്ത കഥ പറഞ്ഞു കൊടുത്തേക്കും. അത് ആരെ സംബന്ധിച്ചുള്ളതാണ്? ആ ദൃഷ്ടാന്ത കഥ അല്ലെങ്കിൽ ആ ഉപമ ആരെക്കുറിച്ചുള്ളതാണ്? റജുലൈൻ, രണ്ട് വ്യക്തികളെ സംബന്ധിച്ചുള്ളതാണ്. റജുല് എന്ന് സാമാന്യമായി പറയുമ്പോ വ്യക്തി എന്ന് മാത്രമാണ് അർത്ഥം വരിക. എന്നാൽ സാന്ദർഭികമായി പുരുഷൻ എന്നും അതിന് വരാം. അത് അതിന്റെ സാന്ദർഭികമായ പ്രയോഗത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ റജുല് റിജാൽ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്ന അർത്ഥത്തിൽ തന്നെയും പ്രയോഗിക്കും. ഇവിടെ ഇത് രണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചാണ്, രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. അവരുടെ ലിംഗം പുരുഷൻ സ്ത്രീ എന്നതിന് ഇവിടെ ഊന്നലൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അത് രണ്ട് പുരുഷന്മാരെ കുറിച്ചാണ്. ആരാണ് ആ രണ്ട് പുരുഷന്മാർ? അത് മുൻകാലത്ത് കഴിഞ്ഞു പോയ ഇസ്രായേല്യരിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന സമൂഹത്തിൽപ്പെട്ട രണ്ടാളുകളാണ് എന്ന് പറയുന്നവരുണ്ട്. ചിലപ്പോ മുൻകാലത്ത് ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു പോയിരിക്കാം. അതിന്റെ ഒരു ആവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന സമൂഹത്തിലും നടന്നിരിക്കാം. പക്ഷെ അതിലൊന്നുമല്ലല്ലോ ഊന്നൽ കൊടുക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ്. എന്താണ് ഈ രണ്ട് മനുഷ്യന്മാരെ കുറിച്ച്, രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നത്? ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി മിൻ അഅനാബ് വഹഫഫ്നാഹുമാ ബിനഖൽ വജഅൽനാ ബൈനഹുമാ സറഅ. അതിൽ ഒരു വ്യക്തി അല്ലാഹു ലൗകിക സുഖങ്ങളും സൗകര്യങ്ങളും സമൃദ്ധമായി നൽകിയിട്ടുള്ള, യഥേഷ്ടം നൽകിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾ കൃതജ്ഞനാണ്, നന്ദിയില്ലാത്തവനാണ്, അയാൾ നിഷേധിയാണ്, അയാൾ അവിശ്വാസിയാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി ഇതിന് നേർ വിപരീതമാണ്. അയാൾക്ക് ലൗകികമായി അത്രത്തോളം സമൃദ്ധിയും ഐശ്വര്യവും അല്ലാഹു നൽകിയിട്ടില്ല.
പക്ഷെ അയാൾ കൃതജ്ഞതയുള്ളവനാണ്, നന്ദിയുള്ളവനാണ്, അംഗീകരിക്കുന്നവനാണ്, വിശ്വാസിയാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട, ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ട ഈ ദൃഷ്ടാന്ത കഥയിൽ രണ്ടാളുകളാണ്, രണ്ടു വ്യക്തികളാണുള്ളത്. ആ രണ്ടു വ്യക്തികളിൽ ഒരാൾക്ക് അള്ളാഹു ഉണ്ടാക്കിക്കൊടുത്തു. ജഅൽനാ ലി അഹദിഹിമ, അവരിൽ ആ രണ്ടുപേരിൽ ഒരാൾക്ക് നാം ഉണ്ടാക്കിക്കൊടുത്തു ജന്നത്തൈൻ, രണ്ടു തോട്ടങ്ങൾ. എങ്ങനെയുള്ള തോട്ടങ്ങളാണത്? ജന്നത്ത് എന്ന് അറബിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടം എന്നാണ്. ശരിക്കും വാക്കിന്റെ അർത്ഥം മറച്ചു. ജന്ന എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ്. ഇടതൂർന്ന് നിൽക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കാത്ത വിധം ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് ജന്നത്ത്, തോട്ടങ്ങൾക്ക്, ആരാമങ്ങൾക്ക് ജന്നത്ത് എന്നുള്ള പദം പ്രയോഗിച്ചു വന്നത്. ആ തോട്ടം ഏതു വിധേനയുള്ള തോട്ടമാണ്? പിന്നെ അഅനാബ്, അതിലുള്ള ഒരു ഐറ്റം പറയാം, അത് ഇനബ്, അഅനാബ്, ഗ്രേപ്സ് ആണ്, മുന്തിരിയാണ്. മുന്തിരിവള്ളികൾ, ആ പടർപ്പുകൾ നന്നായി പടർന്നു കേടി, അത് ഒരു മേൽക്കൂര പോലെ ഒട്ടും പ്രകാശം താഴേക്ക് പതിക്കാത്ത വിധം സമൃദ്ധമായി പടർന്നു കയറിയിട്ടുള്ള മുന്തിരിവള്ളികളുണ്ട്. ആ മുന്തിരി തോട്ടങ്ങൾക്ക് വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, ആ രണ്ട് തോട്ടങ്ങളുടെയും ഈ മുന്തിരിവള്ളി ഉള്ള മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടത്തിനെ നാം വലയം ചെയ്തിട്ടുണ്ട്. ഹഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലയം ചെയ്യുക എന്ന് സാമാന്യമായി പറയുന്നുള്ളൂ. പക്ഷെ അതിന്റെയൊക്കെ സൂക്ഷ്മാർത്ഥങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പരിഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മള് യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യത്തെ ആദ്യത്തെ ആവിഷ്കാരത്തിൽ തന്നെ പരിഭാഷപ്പെടുത്താണ് ചെയ്യുന്നത്. അതിനെ പിന്നെ വേറൊന്നാക്കി പരിഭാഷപ്പെടുത്തി പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊന്നായി പറഞ്ഞു തരുമ്പോൾ പരിഭാഷ ആയിട്ട് മനസ്സിലാവും. അപ്പോ ഒരുപാട് യാഥാർത്ഥ്യത്തിൽ നിന്ന്, വസ്തുതയിൽ നിന്ന് കുറച്ച് കൂടുതൽ അകന്നാണ് പോവുക. വലയം ചെയ്യാന്ന് പറഞ്ഞാൽ തോട്ടത്തിന്റെ ജവാനിബുകൾ, അതിന്റെ സൈഡുകളിൽ, തോട്ടത്തിന്റെ പാർശ്വങ്ങളിൽ നഹ്ലു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല ഈത്തപ്പനകൾ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് തോട്ടങ്ങൾ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രണ്ട് തോട്ടങ്ങൾ. ആ തോട്ടങ്ങളുടെ പാർശ്വങ്ങളിൽ, സൈഡിൽ, അതിന്റെ അരികില് നല്ല ഈത്തപ്പനകൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതിനുള്ളിലുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ നല്ല സമൃദ്ധമായി പടർന്നു കേറിയിട്ടുള്ള ഈ മുന്തിരിത്തോട്ടവുമാണ്. എന്നാൽ ഈ രണ്ട് തോട്ടങ്ങൾക്കിടയിൽ തരിശുഭൂമിയാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, അത് കൃഷിയിടമാണ്. ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യാവുന്ന കൃഷിയിടം, ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾക്കാണ് സിറ എന്ന് സാധാരണ പറയാം. അപ്പോ അങ്ങനെയുള്ള കൃഷിയിടങ്ങളും കൃഷിയുള്ള സ്ഥലത്തിന് വെറുതെ കൃഷി ഇറക്കാവുന്ന സ്ഥലമല്ല, അങ്ങനെ കൃഷിയുള്ള ഇടങ്ങളാണ്. അപ്പൊ രണ്ട് മനോഹരമായ തോട്ടം. ആ തോട്ടത്തിനുള്ളിൽ നല്ല മുന്തിരി തോട്ടങ്ങളാണ്. ആ മുന്തിരിത്തോട്ടങ്ങളെ വലയം ചെയ്ത് നല്ല ഈത്തപ്പനകൾ അതിന്റെ പാർശ്വങ്ങളിൽ, അതിന്റെ ചുറ്റും, അതിന്റെ പാർശ്വങ്ങളിൽ ഈത്തപ്പനകൾ നിൽക്കുന്നുണ്ട്. രണ്ട് തോട്ടങ്ങൾക്കിടയിലുള്ള സ്ഥലം അതും വെറുതെ കിടക്കുന്നതല്ല, അത് കൃഷിയിടമാണ്. എങ്ങനെയുള്ള കൃഷിയിടം? കൃഷി വിളഞ്ഞു നിൽക്കുന്ന കൃഷിയിടമാണ്. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ, ആ രണ്ടു തോട്ടങ്ങളും, കിൽത്ത എന്ന് പറയുന്നത് അറബിയില് ദ്വിവചനത്തെ സൂചിപ്പിക്കാനുള്ള ആർട്ടിക്കിളാണ്. കില എന്ന് പറയുമ്പോ പുല്ലിംഗമായിരിക്കും, കിൽത്ത എന്ന് പറയുമ്പോ അത് സ്ത്രീലിംഗമായിരിക്കും. അതിന്റെ റഫറിന്റെ സന്ദർഭങ്ങളിൽ അഥവാ നോമിനേറ്റീവ് കേസിൽ കിൽത്ത എന്ന് പറയും,
അക്യൂസേറ്റീവോ അല്ലെങ്കിൽ ജനിറ്റീവോ കേസിലാണെങ്കിൽ കിലൈഹിമ, കിലൈ, കിൽത്തൈ അങ്ങനെയാവും. അതിന്റെ ഗ്രാമർ. നമ്മൾ ഇംഗ്ലീഷിൽ ചിലപ്പോ ബോത്ത് എന്നൊക്കെ പറയില്ലേ, ആ ഏതാണ്ട് അതേ ഒരു സെൻസിലേക്ക് വരാവുന്ന, പക്ഷെ അറബിയിലേത് കുറച്ചും കൂടി ആളുള്ളതും കുറച്ചും കൂടി സൂക്ഷ്മവും ഒക്കെയാണ് അറബിയിലെ പ്രയോഗങ്ങൾ. അറബി ഭാഷ അതിനെ മറ്റൊരു ഭാഷയായിട്ട് നമുക്ക് അങ്ങനെ കമ്പാരിസൺ നടത്തുക എന്നുള്ളത് സാധ്യമല്ല. കാരണം ദർ ഇസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ അറബിക് ആൻഡ് എനി അതർ ലാംഗ്വേജ്. വേറൊരു ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ആണെങ്കിൽ പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെമറ്റിക് ഭാഷകളിലുള്ള റൈറ്റ് ടു ലെഫ്റ്റ് ലാംഗ്വേജുകളിൽപ്പെട്ട ചിലതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മുടെ അറബി ഭാഷ. അതുപോലെ തന്നെ ചില സെമറ്റിക് ഭാഷകളിൽ ചിലതൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന അധിക ഭാഷ നമ്മുടെ മലയാളമാണെങ്കിൽ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അതൊക്കെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വേരുകളുള്ള ഭാഷയൊന്നുമല്ല, ഇതിനൊക്കെ ചെറിയ ചെറിയ വേരുകളേ ഉള്ളൂ. ഏതാണെങ്കിലും അതുമായിട്ട് അറബിയെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് തന്നെ അറബിയിലുള്ള ആശയങ്ങളെ ആ മറ്റൊരു ഭാഷയുടെ ഫോർമാറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ മാറ്റം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും, കൃത്യമായിട്ട് ആശയങ്ങൾ വരില്ല. എന്താണെങ്കിലും ഈ രണ്ട് തോട്ടങ്ങളും ആത്തത് ഉകുലഹ, ആത്തത് അത് നൽകിക്കൊണ്ടിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു, ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു, അത് നൽകിക്കൊണ്ടിരുന്നു. അതിന്റെ ഉക്കുല്, അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങള്, അക്കല നമുക്കറിയാലോ, അതിൽ നിന്ന് തന്നെയാണ് ഉക്കുല്. അതിൽ നിന്നുള്ള അതിന്റെ ഭക്ഷ്യവസ്തുക്കൾ, എഡിബിളായിട്ടുള്ള കാര്യങ്ങള്, ഭക്ഷ്യവസ്തുക്കള്, ഭക്ഷിക്കാവുന്ന അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങള്, ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങൾക്കാണ് ഉക്കുല് എന്ന് പറയുന്നത്. അത് ലാവിഷായിട്ട്, സമൃദ്ധമായിട്ട് ഈ രണ്ട് തോട്ടങ്ങളും വിള നൽകിക്കൊണ്ടേയിരുന്നു. വലം തദ്ലിം മിൻഹു ശൈഅ, ആ രണ്ട് തോട്ടങ്ങളിൽ ഒരു തോട്ടവും അതിൽ യാതൊരു ക്രമക്കേടും വരുത്തിയില്ല. ഇവിടുത്തെ ളുൽമ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നുഖ്സാനാണ്. ഉൽപാദനത്തിൽ ഒരു കുറവും വരുത്തിയില്ല, ഒന്നിനൊന്ന് ഭേദമാണ്. ആ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതിലധികം ഇതിൽ നിന്ന് കിട്ടും, ഇതിൽ നിന്ന് കിട്ടുന്നതിലധികം അതിൽ നിന്ന് കിട്ടും. മുന്തിരിയാണെങ്കിൽ മുന്തിരി യഥേഷ്ടം, മറ്റ് കൃഷികളാണെങ്കിൽ ധാന്യങ്ങളാണെങ്കിൽ അത് അതിന് രണ്ട് തോട്ടങ്ങൾക്കും ഇടയിലുള്ള കൃഷിയിടങ്ങളിൽ യഥേഷ്ടം. അതുപോലെ ഈത്തപ്പനകളാണെങ്കിൽ സമൃദ്ധമായ ഈത്തപ്പനകള്, ആ ഈത്തപ്പനകൾ നൽകുന്ന കുലകള്, അതിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കള്, പഴങ്ങള് ഒക്കെ ധാരാളം, ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ, യാതൊന്നിലും ഒരു കുറവും വരുത്താതെ, അതാണ് ളുൽമ് വരുത്താതെ. അപ്പോൾ എല്ലാം തദ്ലിം എന്ന് പറയുമ്പോ, ഞാനിപ്പോ ഇത് പറയുമ്പോ അങ്ങനെ മനസ്സിലാവുമെങ്കിലും വീട്ടിൽ പോയി, എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ അല്ലെ, വീട്ടിൽ പോകാനും വരാനൊന്നുമില്ല. ഏതാണെങ്കിലും ശരി, വേറൊരു സന്ദർഭത്തിൽ ഇത് എടുത്തു പറയുമ്പോ വായിച്ചു നോക്കുമ്പോ വലം തദ്ലിം മിൻഹു ശൈഅ എന്ന് പറയുമ്പോ അവിടെ മനസ്സിലാവില്ല. കാരണം ളുൽമ്, തോട്ടത്തിന് എന്ത് ളുൽമ്, നീ ളുൽമ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ ആലോചിക്കും. കാരണം നമ്മൾ ഈ പരിഭാഷയിലൂടെ ഭാഷ പഠിക്കുമ്പോ ഇങ്ങനെ ആദ്യം കേൾക്കുന്ന അതിന്റെ ഒരു അർത്ഥമുണ്ടല്ലോ, ചൊല്ലിപ്പഠിക്കുന്ന ഒരർത്ഥം, ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സ് കുരുങ്ങിക്കിടക്കും. മറിച്ച് ഭാഷ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വാക്കിനെ വേർപ്പെടുത്തിയിട്ട് അല്ല. മറിച്ച് ഒരു ഭാഷയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസാര ശകലമാണ്, അല്ലാണ്ട് ഒരു വാക്കല്ല, ഒരു ഡയലോഗാണ്. അപ്പോ ആ ഡയലോഗിൽ ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ ആ അന്തരീക്ഷത്തില്, അതിന്റെ പരിസരത്തില് വെച്ചിട്ട് വേണം അതിനെ മനസ്സിലാക്കാൻ. ഇവിടെ ളുൽമ് എന്ന് പറയുമ്പോ ഈ തോട്ടം ഒരു ളുൽമും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തോട്ടം ഒരു കുറവും വരുത്തിയില്ല, ഒരു ക്രമക്കേടും വരുത്തിയില്ല എന്ന് പറഞ്ഞാലും തോട്ടത്തെ സംബന്ധിച്ചിടത്തോളം അത് ആ മലയാളത്തിൽ അത് അത്ര ശരിയാവില്ല. ഒരു കുറവും വരുത്തിയില്ല. അതിന്റെ ഉക്കിലിൽ നിന്ന് ഈ വർഷം ഉണ്ടായി, അടുത്ത വർഷം വേണ്ടത്ര ഉണ്ടായില്ല, അങ്ങനെയൊന്നുമല്ല. ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമല്ല. ഇത് നന്നായിട്ട് വിളവുകൾ നൽകുന്ന തോട്ടങ്ങളാണ്. അത് അതിന്റെ ഉൽപാദനത്തിൽ യാതൊരു കുറവും വരുത്തിയില്ല. മിൻഹു എന്ന് പറയുന്ന ദമീർ ഉക്കുലിലേക്കാണ് മടങ്ങുക. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ, ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അതിൽ ഒരു കുറവും, ഒരു ക്രമവിരുദ്ധമായി ഒരു ക്രമക്കേടും ഒരു കുറവും അത് വരുത്തിയില്ല എന്ന് മാത്രല്ല, ആ രണ്ട് തോട്ടങ്ങൾക്കിടയിലൂടെ ജീവജലം ഒഴുകിക്കൊണ്ടിരിക്കുക. നദി
ഒരു നല്ല ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിറഞ്ഞൊഴുകുന്ന നല്ലൊരരുവി. രണ്ട് തോട്ടത്തിലും വൃക്ഷങ്ങൾക്കും ചെടികൾക്കും അവിടെയുള്ള മറ്റ് സസ്യലതാദികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ വേണ്ടുവോളം കുടിക്കാൻ വെള്ളം നൽകുന്ന വിധത്തിൽ ആ രണ്ട് തോട്ടങ്ങൾക്കും ഇടയിലൂടെ ഒരു നദിയും ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു തോട്ടം, രണ്ട് തോട്ടം, ആ തോട്ടത്തിന്റെ ഇടയിൽ കൃഷിയിടം, കൃഷിയിടം, അത് നല്ല ഈത്തപ്പനകൾ കൊണ്ട് അതിന്റെ പാർശ്വങ്ങൾ ശരിക്കും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല മുന്തിരിത്തോട്ടങ്ങൾ. ആ രണ്ട് അരുവികൾ, ആ രണ്ട് തോട്ടങ്ങളിലൂടെയും അങ്ങനെ ഇടയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നദി. അങ്ങനെയുള്ള രണ്ട് തോട്ടങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാനേ പറ്റൂ. ഇത്രയും സൗകര്യത്തിൽ ഒരു തോട്ടം ആക്കിയെടുക്കുമ്പത്തിന് നമ്മളെ മനുഷ്യായുസ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ഇല്ല സന്ദർഭത്തില് വകാനലഹു സമർ, ഇതൊക്കെ അള്ളാഹ് അയാൾക്ക് കൊടുത്താണ്. ഇത് കിട്ടിക്കഴിയുമ്പോ, ഇങ്ങനെ സമൃദ്ധി കിട്ടിക്കഴിയുമ്പോ മനുഷ്യന്റെ മനോഭാവം എന്ത്? വകാനലഹു സമർ, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സമർ. സമറത്ത്, സമറ്, തിമാറ്, സുമൂറ്, ഇതിങ്ങനെ ജമ്മിന്റെ ഒരു ശ്രേണിയാണ്. അങ്ങനെ അപൂർവ ചില വാക്കുകൾ അറബിയിലുണ്ട്, പലതരം ജമ്മുകൾ, ഒന്നിന്റെ ജമ്മായിട്ട് മറ്റൊന്ന്. സമറത്ത്, തമറ്, തിമാറ്, സുമൂറ്, അങ്ങനെ പോകും. ജമ്മ എന്ന് പറഞ്ഞു പോകുന്ന ഒരു ശ്രേണിയാണ് എന്ന് മനസ്സിലാക്കിക്കോ. അദ്ദേഹത്തിന് സമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈൽഡ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് ഈൽഡ് എന്ന് പറയാം. ഉൽപ്പന്നം, കാർഷികോൽപ്പന്നം എന്ന് നമ്മൾ പറയുന്ന ആ ഉൽപ്പന്നം, അതിനാണ് സമർ എന്ന് പറയാം. അത് പഴങ്ങളാകാം, ധാന്യങ്ങളാകാം, അല്ലാത്ത മറ്റുള്ള വസ്തുക്കളാകാം. കാർഷികമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു വലിയ വരുമാനമാണ്. അങ്ങനെ നല്ല വരുമാനമല്ല, മുടിഞ്ഞ വരുമാനമുള്ള ഒരാളാണ്, മുതലാളിയാണ്. വകാനലഹു, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സമറുൻ. അവിടെ സമറ് നെക്കറാക്കി കൊടുക്കുമ്പോ അങ്ങനെ പലതരം ഈൽഡുകളും കാർഷികോൽപ്പന്നങ്ങളും വരുമാനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ സ്വത്തായി കഴിഞ്ഞാൽ അപ്പോ മനുഷ്യന്റെ സ്വഭാവം അവിടെ മുതൽ മാറും. നമ്മളിപ്പോ ആത്മനിർഭർ എന്നൊക്കെ പറയാലോ, എന്താ സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതൊക്കെ ഒരു വലിയൊരു സ്വപ്നമായിട്ടും അതൊരു വലിയ യോഗ്യതയായിട്ടൊക്കെ നമ്മൾ കാണും. ആ വാക്ക് സെൽഫ് എന്ന് പറയുമ്പോൾ തന്നെ അഹം, ഞാൻ, എന്റേത് എന്ന അഹം, അതാണല്ലോ സെൽഫ്, അതാണല്ലോ ഈഗോ. അത് അപകടത്തിന്റെ വാക്കാണ്. അങ്ങനെ സെൽഫ് സഫിഷ്യന്റ് അല്ല മനുഷ്യൻ. അതവനാകാൻ പറ്റൂല. പക്ഷെ അവന്റെ തോന്നലാണ്. അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ ചെല്ലിച്ചാടിയാൽ അമ്മിക്കലോളം എന്ന് പറയാറുണ്ട്. നിങ്ങൾ എത്ര വലുതായാലും എവിടെ എത്താനാണ്? നിങ്ങൾ സദാ ആശ്രിതരാണ്. അള്ളാഹുവിനെ ആശ്രയിച്ച് നിങ്ങളുടെ സൃഷ്ടാവായ, നിങ്ങളുടെ നിയന്താവായ, നിങ്ങളുടെ പരിപാലകനായ, നിങ്ങളുടെ ഉടമസ്ഥനായ, നിങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനെ ആശ്രയിക്കാതെ കണ്ട് നിമിഷാർദ്ധം പോലും നിങ്ങൾക്ക് കഴിച്ചു കൂട്ടാനാവില്ല. സദാ അവനെ എല്ലാ കാര്യത്തിനും പൂർണ്ണാർത്ഥത്തിൽ ആശ്രയിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെ ആശ്രയമില്ലാത്തവൻ, അത് സ്വമതായിട്ടുള്ളവൻ, നിരാശ്രയനായിട്ടുള്ളവൻ, ആരെയും അവലംബിക്കേണ്ടതില്ലാത്തവൻ, സ്വയം പര്യാപ്തതയുള്ളവൻ, അല്ലാഹു ഹുവൽ ഗനി, അല്ലാഹു ആണത്. അത് റുബൂബിയ്യത്തിന്റെ സ്വഭാവമാണ്. പിന്നെ നമ്മൾ ഡംബ് പറയാൻ വേണ്ടിയിട്ട് ആപേക്ഷികമായ ചില അവസ്ഥകളെ പറ്റിയിട്ട് നമ്മൾക്ക് സെൽഫ് സഫിഷ്യൻസി ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ചില കാര്യങ്ങളിൽ അല്ലറ ചില്ലറ നമുക്ക് എന്തെങ്കിലും ആയി വേറൊരുത്തൻ എനിക്ക് ആശ്രയിക്കേണ്ടതില്ല എന്ന് ചെറിയ ചെറിയ മേഖലകളിൽ നമുക്ക് കുറച്ചെന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടുമ്പോ ഞാൻ പോന്നവനാണ്, ഞാൻ മതിയായവനാണ്,
കണ്ടല്ലേ, എനിക്കും ഞാൻ പ്രയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഈഗോ ആണത്, അഹംഭാവമാണത്, അഹന്തയാണത്, അഹങ്കാരമാണത്. അങ്ങനെ വന്നു കഴിയും. ഇത് മനുഷ്യനുള്ള ഒരു സ്വഭാവമാണ്. മാനവരാശിയുടെ ചരിത്രം തന്നെ ഇത് സാക്ഷീകരിക്കുന്നുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ച് വളരെ സെക്യുലർ ആയിട്ടുള്ള സോഴ്സുകളിലൂടെ മനുഷ്യ നാഗരികതയുടെ ചരിത്രം, ആ നാഗരികതയുടെ ഉയർച്ച താഴ്ചകൾ, നിമ്നോന്നതികൾ, ഇറക്കങ്ങൾ നിങ്ങളൊന്ന് ചെറുതായിട്ട് പഠിച്ചാൽ, ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്ന. ഈ അവസ്ഥാവിശേഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് അങ്ങനെയാണ്. ആദ്യം ഇറങ്ങിയ സൂറത്താണല്ലോ സൂറത്തുൽ അലഖ്. ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ആദ്യം ഇറങ്ങിയ 5-6 ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നിടത്ത് അല്ലാഹ് പറയുന്നു കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. മനുഷ്യൻ വലിയ അതിക്രമിയാവും, താഗൂത്താകും. അവന് അതിരില്ല, അതിര് വിട്ടുപോകും. അവൻ സൃഷ്ടിയാണ്, അവൻ മനുഷ്യനാണ് എന്ന ആ അതിരുകൾ അവൻ അങ്ങോട്ട് പൊട്ടിക്കും. അവന്റെ ഭാവനയിലിട്ടോ, അല്ലാതെ പൊട്ടാൻ പോകുന്നില്ല. പ്രാപഞ്ചികമായ ഒരു ഘടനയിൽ അവന്റെ അതിരുകളൊന്നും പൊട്ടിക്കാൻ അവന് സാധിക്കൂല. അത് മറ്റൊരു വസ്തുതയാണ്. പക്ഷെ അവന്റെ മനോഭാവം കൊണ്ട് അവന്റെ ചെങ്ങലകൾ പൊട്ടിക്കുന്നു, അതിരുകൾ അവൻ ഒഴിവാക്കുന്നു. ഞാൻ തന്നെ എനിക്ക് മതിയായവനാണ്, തനിക്കു താൻ പോന്നവനാണ്. അങ്ങനെ ഇന്നൽ ഇൻസാന ലയത്ഗാ, അവൻ എല്ലാ അതിരും പൊട്ടിച്ച് അതിക്രമം കാണിക്കും, താഗൂത്താകും. അർറആഹു ഇസ്തഗ്ന, അവൻ അവനെ കുറിച്ച് തോന്നുമ്പോൾ ഇസ്തഗ്ന, ഞാൻ ധന്യനായിരിക്കുന്നു, ഞാൻ നിരാശ്രയനായിരിക്കുന്നു, ആത്മനിർഭരൻ, അങ്ങനെയൊക്കെ ആയി എന്ന് തോന്നുമ്പോ മനുഷ്യ അക്രമം കാണിക്കും. അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. റഷ്യയിലേക്ക് നോക്കോ, ചൈനയിലേക്ക് നോക്കോ, അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് നോക്കോ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കിക്കോ. ഇവിടെയൊക്കെ ഓരോരുത്തന്മാര് വരും. അങ്ങനെ ഒരു പട്ടാളവും സൈന്യവും അവന്റെ കയ്യിലായി, അവനൊരു രാജാവായി എന്ന് വരുന്ന സമയത്ത് എന്തായിരുന്നു സ്റ്റാലിന്റെ അവസ്ഥ? എന്തായിരുന്നു മൗചിസോങ്, നമ്മൾ മാവോ സേത്തൂങ് എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അതുപോലെ തന്നെ മറ്റു പല ചക്രവർത്തിമാരുടെയും ഫറോവയുടെ അവസ്ഥ എന്തായിരുന്നു? ഫറോവമാരുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന പല നാട്ടുരാജാക്കന്മാരുടെയും ചെറിയ ചെറിയ രാജവംശങ്ങളുടെയും തലപ്പത്തുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? എന്തിനേറെ ദൗലത്തു തൗഹീദ് വസ്സുന്ന, തൗഹീദിന്റെയും സുന്നത്തിന്റെയും ദൗലത്ത് നിലവരുന്നതിന് മുമ്പ് ജസീറത്തുൽ അറബ് ഭരിച്ചുകൊണ്ടിരുന്ന ഓട്ടോമൻ തുർക്കികൾ, എന്തായിരുന്നു അവരുടെ അവസ്ഥ? ചരിത്രത്തിലേക്ക് നിങ്ങൾ കണ്ണു വായിച്ചു നോക്കി. അവര് ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? അതിരുകളില്ലാത്ത പരിധികളില്ലാത്ത ലിമിറ്റുകളില്ലാത്ത അതിക്രമങ്ങളാണ് അവർ ചെയ്തത്. അങ്ങനെയാണ്. അത് മനുഷ്യന്റെ മനോഭാവം അതാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഈ മനോഭാവം അത് എനിക്ക് ഞാൻ മതി എന്നുള്ള അവന്റെ അഹംബോധത്തിൽ നിന്നാണ്. അവന്റെ ആ ബുദ്ധി, അവന്റെ ആ യുക്തി, ആ അഹംബോധം, ആ ഈഗോ, ആ യുക്തി, അവന്റെ ആ യുക്തി ഇതാ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുണ്ട് എന്നുള്ളതൊരു യുക്തിയാണ്. അത് ബുദ്ധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ യുക്തി അഹങ്കാരത്തിൽ ചാലിച്ചതാണ്. അതാണ് അവന്റെ ഈഗോ, അതാണ് അവന്റെ അതാണ് അവന്റെ അഹംഭാവം. അതിൽ അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ അള്ളാഹ് കൊടുക്കേണ്ടത് കൊടുക്കുമ്പോ മാത്രമേ അവൻ ആലോചിക്കുള്ളൂ. അതുവരെ അവൻ ആലോചിക്കൂല. ഇദ്ദേഹത്തിനും അള്ളാഹ് കുറച്ച് ദുന്യാവ് അവൻ കൊടുത്ത ദുന്യാവിനെ സംബന്ധിച്ച് 2 വരിയിൽ അള്ളാഹ് നമുക്ക് ചുരുക്കി ഒന്ന് വിവരിച്ചു തന്നു, വളരെ മനോഹരമായിട്ട്. അങ്ങനെ കേൾക്കുമ്പോ ആ തോട്ടം നമുക്ക് കിട്ടിയാലും തോന്നിപ്പോവും.
പക്ഷെ ഇനി കേൾക്കുമ്പോ വേണ്ടേ, നമുക്ക് ആ തോട്ടം വേണ്ടാന്ന് തോന്നും. അങ്ങനെയൊന്നും തോട്ടമൊന്നും വേണ്ട നമുക്ക്. അത്തരം അങ്ങനെ ഉല്ലസിച്ച് നടക്കാവുന്ന ആരാമങ്ങൾ വേണ്ട നമുക്ക്. കാരണം അത് നമ്മുടെ മനോഭാവത്തെ മാറ്റിമറിക്കും. അത് നമ്മുടെ വേറൊരു യുക്തി നമുക്ക് തരും. അത് അഹന്തയിലും അഹങ്കാരത്തിലും വളർന്നു വരുന്നൊരു യുക്തിയായിരിക്കും. അത് നമ്മളെ പറ്റം നശിപ്പിച്ച് കളയും. അങ്ങനെ അവന് മറ്റ് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വരുമാനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഫഖാൽ, അവൻ പറഞ്ഞു ലി സാഹിബിഹി, അവന്റെ കൂട്ടാളിയോട്, വഹുവ യുഹാവിറുഹു, അവനുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ കൂട്ടാളിയുമായി, തന്റെ കൂട്ടുകാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. സംസാര മധ്യേ ഇവന്റെ ആ അഹംഭാവമുണ്ടല്ലോ, അതവൻ പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ. അന തുടങ്ങണോ? ഞാൻ അക്സറു മിൻക മാലൻ, നിന്നെക്കാളും അഫ്ലുവൻസ് ഉള്ള ആളാണ്, വെൽത്ത് ഉള്ള ആളാണ്, സമ്പാദ്യമുള്ളവനാണ്, സമ്പത്തുള്ളവനാണ്, വരുമാനമുള്ളവനാണ്, നിന്നെക്കാളും ധനമുള്ളവനാണ് ഞാൻ. വഅഅസ്സു നഫറ, നിന്നെക്കാളും സംഘബലമുള്ളവനാണ്. നഫർ എന്ന് പറഞ്ഞ സംഘം, അഅസ് എന്ന് പറഞ്ഞ കരുത്തുള്ള, ബലമുള്ള. നിന്നെക്കാളും സംഘബലമുള്ളവനാണ്, കരുത്തുള്ളവനാണ് ഞാൻ, നിന്നെക്കാളും സമ്പത്തുള്ളവനാണ്. വേറെന്താ ഇവിടെ വേണ്ടത്? അതുകൊണ്ട് എന്നെ കണ്ടാല് നീ എന്ത് ചെയ്യണം എന്നാണ് അതിന്റെ ധ്വനി. നീ എല്ലാം ആഴത്തിലും ഒളിക്കാൻ പോകണം. ഞാൻ എന്ന് പറയുന്ന ഈ വലിയ, ഈ സമ്പന്നൻ, ഈ മുതലാളി, ഈ രാജാവ്, ഈ അഹങ്കാരി, ഞാൻ ആ പ്രയോഗം ആന അഊദു ബില്ലാഹ്, അങ്ങനെയുള്ള തോന്നൽ, ഞാൻ മതി, ഞാനൊരു സംഭവമാണ്. ഇത് ദീനിലും തോന്നുന്ന ആൾക്കാരുണ്ട്, ദുന്യാവിലും തോന്നുന്ന ആൾക്കാരുണ്ട്. ദുന്യാവ് തോന്നുന്ന കഥയാണ് ഇപ്പൊ ഈ പറയുന്നത്. ഇത് ദീന് തോന്നിയ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ദീന് തോന്നുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഖവാരിജികൾ. ഖവാരിജികളുടെ ബേസിക് തോട്ട് പാറ്റേൺ അങ്ങനെയാണ്. ഞാനൊരു സംഭവമാണ് ദീനില്, ബാക്കിയുള്ളവരൊക്കെ അവശരാണ്. ഇതിവിടെ ദുന്യാവിന്റെ കാര്യത്തിൽ ഞാനൊരു സംഭവമാണ്. അക്സറു മിൻക മാലൻ, നിന്നെക്കാൾ സമ്പത്തുള്ളവനാണ്. വഅഅസ്സു നഫറ, നിന്നെക്കാൾ സംഘബലമുള്ളവനാണ്. അതവൻ ഉളുപ്പില്ലാതെ മറ്റാളോട് അങ്ങ് പറയുകയും ചെയ്യും. അതായത് ഇത്തരക്കാരങ്ങനെയാണ്. അവർക്ക് ഇനി അങ്ങനെ തോന്നിയാലും മറച്ചു വെക്കാൻ കഴിയില്ല. അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹൈ റെട്ടറിക് എന്ന് പറയുന്നത് ഈ അഹങ്കാരത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഇന്നതിന് പറയുന്നത് ഹൈ റെട്ടറിക് എന്നൊന്നുമല്ല, അതിന്റെ നമ്മുടെ നാടൻ പ്രയോഗം തള്ള് എന്നാണ് പറയുക. ഭയങ്കര തള്ളലാണെന്ന് അറിയില്ല. ആ തള്ളുമ്പോ മനസ്സിലാക്കുക അത് അഹങ്കാരത്തിൽ നിന്നാണ്. ആ അഹങ്കാരം അതൊരു പ്രത്യേക യുക്തിയാണ്. അങ്ങനെ അവൻ തള്ളാൻ തുടങ്ങി. ഞാൻ അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറ. എന്നിട്ട് മാത്രല്ല, വദഖല ജന്നതഹു, അവന്റെ തോട്ടത്തിൽ ഇങ്ങനെ അവന്റെ അഹങ്കാരം, ആ അഹങ്കാരത്തിന്റെ മുന അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ആ തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലാണ്. അപ്പൊ ആ കാല് വെക്കണമെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. ആ അഹങ്കാരത്തോടു കൂടി അവൻ ആ തോട്ടത്തിലേക്ക്, ഇതെല്ലാം എന്റേതാണ്, ഇതെല്ലാം എന്റേത് എന്ന് പറഞ്ഞിട്ട്, വഹുവ ളാലിമുൻ ലിനഫ്സി, അവനോട് തന്നെ അതിക്രമം ചെയ്യാൻ, അവൻ അതിക്രമം ചെയ്യുന്നത് അവൻ എന്ന് പറയുന്ന സ്വത്വത്തിന് നൽകപ്പെടേണ്ടതായ സ്ഥാനത്ത് അവൻ നൽകാതെ അതിനപ്പുറത്തേക്ക് അതിരുകൾ വിട്ട്, പരിധികൾ വിട്ട് ആ സ്വത്വത്തെ അവൻ വിഹരിക്കാൻ വിടുകയാണ്. നിനക്ക് അതിരുകളില്ല, നിനക്ക് പരിധികളില്ല, നീ എന്തോ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ സ്വത്വത്തോടാണ്, അവന്റെ അഹത്തോടാണ് ഉൽമ ചെയ്തിട്ടുള്ളത്. അതിന് വെക്കേണ്ടടുത്ത് വെക്കണമായിരുന്നു. നീ എത്ര പൊങ്ങിയാലും കൊഞ്ചൻ ചാടിയ ചട്ടിയോളം അതിന്റെ അപ്പുറം ചാടാൻ കഴിയില്ല എന്നുള്ളത് അവന് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ അത് അവന് കഴിഞ്ഞില്ല. അങ്ങനെ സ്വന്തത്തോട് അതിക്രമം ചെയ്ത ആ മനോഭാവം, അവന്റെ അഹങ്കാരം, ആ അഹങ്കാരത്തിലൂടെ തന്റെ സ്വന്തത്തോട്, തന്റെ അഹത്തോട് അതിക്രമം ചെയ്ത ഈ മനുഷ്യൻ ആ തോട്ടത്തിലേക്ക്, അവന്റെ തോട്ടത്തിലേക്ക് ഇങ്ങനെ അഹങ്കാരപൂർവ്വം ഇങ്ങനെ കയറി വരികയാണ്. അപ്പോ അവന്റെ ഒരു പ്രസ്താവന ഉണ്ട്. അവന്റെ വാചകം അടുത്തുള്ള അടുത്തത് അവൻ പറയാണ്,
ഈ കാണുന്ന ഈ രണ്ട് വലിയ മഹാതോട്ടങ്ങൾ, വലിയ ആരാമങ്ങൾ, എനിക്ക് ഉല്ലസിച്ച് നടക്കാൻ, എനിക്ക് ആഘോഷിക്കാൻ, ആഘോഷിക്കാനുള്ള ഈ തോട്ടങ്ങൾ അത് എന്തെങ്കിലും നശിക്കുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ്. അതാണ് അഹങ്കാരം കൊണ്ട് ആന്ധ്യം ബാധിക്കുക എന്ന് പറയും. അഹങ്കാരം കൊണ്ട് പിന്നെ അവന് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്നതാണ്. പക്ഷെ ഇതിന്റെ പരിണിതി എന്താണ്? ഇത് എന്തായി പോകുന്നു, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് മറിയാമെന്നുള്ളത് അവൻ മനസ്സിലാണില്ല. കാരണം അവന് അഹങ്കാരം കൊണ്ട് അന്ധത ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പറയാണ് ഞാൻ കരുതുന്നില്ല, വന്നേന്നു കരുതുക, ഇത് നശിക്കുമെന്ന്. ബാധേബീതു എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുക. അബദൻ, എന്തെങ്കിലും ഇത് നശിക്കും, ഒരിക്കലും ഇത് നശിക്കുമെന്ന് ഞാൻ കരുതുന്നേയില്ല. അവിടെ കൊണ്ടുപോയില്ല. അങ്ങനെ അഹങ്കാരം മൂത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് കയറങ്ങിട്ട് അയച്ചു കൊടുക്കും. അവന് ഈ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറട്ടെ, എന്നിട്ടാണ് അവസാനാണ് അന്ന് ഒരു ഒറ്റ വരി. അപ്പോഴാണ് വീഴ്ചക്ക് കൂടുതൽ വേദന ഉണ്ടാകുക, കൂടുതൽ പരിക്കുണ്ടാകുക, പ്രഹരശേഷി കൂടുന്നത് അപ്പോൾ മാത്രമാണ്. അങ്ങനെ അള്ളാഹ് വിട്ടുകൊടുത്തപ്പോ അവന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വമാ അളുന്നു അസ്സാഅത ഖായിമ, ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല അസ്സാഅ ഖായിമ, ഒരു ലോകാവസാനം നിലവിൽ വരുമെന്ന്. സാഅത്ത് എന്ന് പറഞ്ഞാൽ ലോകാവസാനമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഈ പ്രപഞ്ചം, അത് തകർന്ന് വേറൊന്ന് നിലവിൽ വരും. ആഖിറത്ത് നിലവിൽ വരും. അത് സംഭവിക്കും, അത് നിലവിൽ വരും. ഖാമത്ത് ഖിയാമത്തുഹു, അങ്ങനെയാണ് അറബി പറയാ. അസ്സാഅത്തു ഖായിമ, ഖിയാമത്ത് നാൾ സംഭവിക്കും, നിലവിൽ വരും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോ അവൻ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നതിലേക്കെത്തി. മറിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ച് നിഷേധിക്കാത്ത ഒരാൾ, അത് മനസ്സിൽ ഒരു ബോധ്യമുള്ള ഒരാൾക്ക് അഹങ്കരിക്കാൻ കഴിയില്ല. അവൻ അത്ര സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് തോന്നൂല. അവന്റെ ആ മനുഷ്യൻ, അവൻ എത്രത്തോളം നിസ്വനാണ്, അവൻ എത്രത്തോളം ചെറിയവനാണ്, അവൻ എത്രത്തോളം വിനീതനാണ്, അവൻ എത്രത്തോളം എളിയവനാണ്. ആ അവന്റെ എളിമത്വം, അവന്റെ ആ വിനയം, അതവന് ബോധ്യപ്പെടുന്നത് മരണാനന്തര ജീവിതം അത് വരുമ്പോ മാത്രമാണ്. അത് വന്നു കഴിയുമ്പോ ഇളകും എല്ലാവരും. അത് വരുന്നില്ലേ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അതിരില്ലാതെ താകൂത്തായിട്ട് മനസ്സങ്ങോട്ട് പായാണ് ചെയ്യുക. അതുകൊണ്ട് അവന് അതിര് വിട്ട് വീണ്ടും ഈ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറാൻ വേണ്ടിയിട്ട് അവൻ അതിനെ നിഷേധിച്ചു. അങ്ങനെ ഒരു ലോകാവസാനം ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നില്ല. ഇനി അവന്റെ ലോജിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ യുക്തി ഉണ്ടല്ലോ, ഈ അഹങ്കാരത്തിന്റെ യുക്തി, ആ യുക്തി കണ്ടോ? റുദിത്തു ഇലാ റബ്ബി, അല്ല അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ, ഞാൻ എന്റെ റബ്ബിലേക്ക്, എനിക്കൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ, ആ സൃഷ്ടാവിലേക്ക് ഞാൻ മടക്കപ്പെട്ടുവെങ്കിൽ, അഥവാ ലോകാവസാനം സംഭവിച്ചു, ഞാൻ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വെക്കുക, ആ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് മടക്കപ്പെട്ടു എന്ന് കരുതുക. എന്നാൽ എന്താ എനിക്ക് ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, ഇതിനേക്കാളും ഗുണകരമായ, ഈ തോട്ടത്തെക്കാളും ഗംഭീരമായ, ഇതിനേക്കാളെല്ലാം തിളക്കമാർന്ന, ഇതിനേക്കാളെല്ലാം വരുമാനമുള്ള, ഇതിനേക്കാളെല്ലാം സമൃദ്ധമായ ഒരു അഭയകേന്ദ്രം, തിരിച്ചു ചെല്ലാനുള്ള ഒരു സ്ഥാനം ഞാൻ അവിടെ കണ്ടെത്തേണ്ടത്. ഇവിടെ എനിക്ക് അള്ളത് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അള്ള ഉണ്ടെങ്കിൽ, ആ അള്ള എനിക്ക് അവിടെ ഇതിലും വലുത് തരും. തള്ളല് വേറൊന്നുമല്ല. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ യുക്തി, മനുഷ്യന്റെ ഈ അഹങ്കാരം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഗതിയാണ്. ഈ ബുദ്ധിനെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടും പരലോകത്തിലുള്ള വിശ്വാസം കൊണ്ടും അതിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ എല്ലാ കയറും പൊട്ടിക്കും. പിന്നെ ഒരു രക്ഷയില്ല. ഇவ்விதമാണ് അവന്റെ മനോഭാവം പോവുക. ഇவ்விதമാണ് ഇത്. അതാണ് അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ ഒരു ചിത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത്. ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതിന്റെ സൗണ്ടൊക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകൾ ഇത്രത്തോളമാണ്. അവൻ അള്ള കൊടുത്തു. അപ്പൊ ദുനിയാവ് യഥേഷ്ടം കിട്ടുന്ന ആൾക്കാരെ ആലോചിക്കുക, അത് വലിയൊരു പരീക്ഷണമായിരിക്കും.
അവിടെ അവനവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട്, അവനിലുള്ള അടിമത്വം കൊണ്ട്, താൻ എത്രത്തോളം എളിയവനാണ്, നിസ്വനാണ് എന്ന ബോധ്യം കൊണ്ട് അവനവന്റെ ആ ബുദ്ധിയെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ആ ബുദ്ധിയിൽ നിന്ന് ഒരു പ്രത്യേക യുക്തി വരും, അഹങ്കാരത്തിന്റെ ഒരു യുക്തി. അത് അവന്റെ ഈഗോ, അഹന്ത, അതവന്റെ നാശമാണ്. അതെല്ലാറ്റിനും നിഷേധിക്കും. അതിന് അതിരുണ്ടാവില്ല, നന്ദികേടിന് പരിധി ഉണ്ടാവില്ല. നിഷേധത്തിന്, ധിക്കാരത്തിനും നിഷേധത്തിനും സത്യനിഷേധത്തിനും പരിധില്ല. അള്ളാഹിനെ നിഷേധിക്കും, പരലോകത്തെ നിഷേധിക്കും. മാളുണ്ട് ഷാഖായ്മ, ഖിയാമത്ത് നാട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിലവിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ അങ്ങനെ ഒരു റബ്ബും പരലോകം ഉണ്ടെങ്കിൽ, ഇവിടെ എനിക്കിത് തന്ന റബ്ബ് ഇതിനും മുന്തിയത് എനിക്ക് അവിടെ തരും എന്ന് തള്ളുകയും ചെയ്യും. അള്ളാഹു നമുക്ക് ഒരു മനുഷ്യന്റെ, ഒരു ധിക്കാരിയായ ഒരു മനുഷ്യന്റെ ഒരു മനോഭാവം കാണിച്ചു തരുന്ന രീതിയാണിത്. അത്തരക്കാരിൽ പെടാതിരിക്കാൻ വിനയത്തോടുകൂടി അള്ളാഹിന്റെ കീഴിൽ തകർന്ന മനസ്സോടുകൂടി അള്ളാഹിന്റെ മുന്നിൽ കൈനീട്ടി ദുആ ചെയ്യുന്ന വിനീതരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.